ഇന്നലത്തെ മോർണിംഗ് ടാസ്കിൽ വൃത്തിയില്ലാത്തതായി ഒനിയൽ പറഞ്ഞത് ബിന്നിയെയാണ്. ബിന്നി വെസൽ ടീമിലാണ്, പാത്രങ്ങളൊന്നും കഴുകുന്നില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഈച്ച വരും എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ബാക്കിയായി ഇന്ന് ഹൗസിൽ അവർ തമ്മിൽ വാക്കേറ്റം നടക്കുകയാണ്. ഈ പണിയെടുക്കാനില്ലാന്നുള്ളത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. നിന്റെ അടുത്തും എന്റെ അടുത്ത് പറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ ഈച്ച വരുന്നത്. അതുകൊണ്ട് ഇവിടെ ആൾക്കാർക്ക് അസുഖം വരുന്നത് എന്റെ അടുത്ത് പറഞ്ഞു. കഴുകാതെ അവിടെ കെട്ടിക്കിടന്ന് വെള്ളം ചീഞ്ഞാകി ഈച്ച വന്ന് ഇവിടെ എല്ലാം ഇൻഫെക്ഷൻ ആവുന്നു എന്നുള്ള കാര്യം ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ പാത്രം കഴുകുന്നത് കണ്ടില്ലാതെ മാത്രമേ പറഞ്ഞുള്ളൂ. അതിനെ വളച്ചൊരു ചിത്രമാക്കിയിട്ട് ചേട്ടൻ അത് അവിടെ അത് ആക്ടിവിറ്റി ചേട്ടൻ പറയാം. അതിനെ വളച്ചൊരു ഹൈജീന്റെ കാര്യത്തിൽ പറയണില്ല, പണിയെടുക്കുന്നില്ലെങ്കിൽ പണിയെടുക്കുന്നില്ലാന്ന് പറയാം. അല്ലാതെ അതുകൊണ്ട് വെള്ളം അവിടെ കെട്ടിക്കിടന്ന് ഈച്ച വന്ന് ഇവിടെ ആൾക്കാർക്ക് അസുഖം വരാൻ കാരണം ഞാനാണ് പറഞ്ഞിട്ട് ഒരു ഇത് ലോജിക്ക് മനസ്സിലായി. അത് പറഞ്ഞോ, അരിവെപ്പാന്ന് പറഞ്ഞോ, അത് പറഞ്ഞോ. പക്ഷെ ഞാൻ സമ്മതിച്ചിട്ടില്ല. അത് വേറെ കാര്യം. ഞാൻ പണിയെടുത്തത് എനിക്കറിയാം, അവിടെ ഉള്ളവർക്ക് പറയാം. പക്ഷെ അതുകൊണ്ട് വെള്ളം കെട്ടിക്കിടന്ന് ഈച്ച വന്നു, അതുകൊണ്ട് ഞാൻ ഹൈജീനിക് അല്ലാതെ പറയുന്നത് എന്ത് ലോജിക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഇവിടെ വെള്ളം കെട്ടിക്കിടന്ന് ഞാൻ മാത്രം പണിയെടുക്കാത്തതുകൊണ്ടാ. ഗ്രൂപ്പുണ്ട്, ഒരു ക്ലീനിങ് ഗ്രൂപ്പുണ്ട്, അതിൽപ്പെട്ട ഒരാളാണ് താങ്കൾ. ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോ അറ്റ്ലീസ്റ്റ് ഗ്രൂപ്പിലുള്ളവരെ സപ്പോർട്ട് ചെയ്യണം. പല കാര്യങ്ങളും പലരും ചെയ്യാണ്ടിരുന്നിട്ടുള്ളപ്പോഴും സപ്പോർട്ട് ചെയ്യണം. ഇവിടെ അങ്ങനെയാണ്. അതിന് പകരം നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് വളച്ചൊടിച്ച് ഈച്ചയാണ്, ഈച്ച വന്നു, അത് ഞാൻ കാരണം ബിഗ് ബോസ് ഹൗസിൽ ഈച്ച വരുന്നത് ഞാൻ കാരണം എന്ത് ഈച്ച കൊണ്ടുവരുന്നത് ഞാനാണോ? ഈച്ച കൊണ്ടുവരുന്നത് ഇവിടെ എല്ലാവർക്കും അറിയാം. കാര്യം പറയുമ്പോ ലോജിക്കായിട്ടുള്ള കാര്യങ്ങളല്ല. ഡോക്ടറിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഡോക്ടറിന്റെ കാര്യം എല്ലാവർക്കും തോന്നിയെന്ന് പറയണ്ട, നിങ്ങൾക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് തോന്നിയ കാര്യം പറയുന്നത് നീ അവിടെ പണിയെടുക്കേണ്ട സമയത്ത് പണിയെടുക്കാണ്ടിരിക്കും. അതുകൊണ്ട് നിനക്ക് പണിയെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന് പാത്രം കഴുകാൻ പറയാമായിരുന്നല്ലോ. ഈച്ച വരുന്ന ഹലോ, ആരെയാണ് സംസാരിക്കുന്നത്? ഈച്ച വരുന്നവരെ ക്ലീനിങ് ടീം എപ്പോ സുഖമില്ല. ഞാൻ ബെസ്റ്റ് ടീമിലായിട്ട് എപ്പോ സുഖമില്ലാതെ പണിയെടുക്കാൻ നിങ്ങളുണ്ടോ?